Vedu, say hi. Hi, Mari. Vedu. Hi, Mari. അപ്പൊ നമ്മള് വാവേനെ ഡേ കെയറിലാക്കിയിട്ടുണ്ട്. ഡേ കെയറിലാക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമൊക്കെ ആയിരുന്നു. പക്ഷെ ഏറ്റവും നല്ല തീരുമാനമായിട്ട് എനിക്ക് തോന്നുകയാണ്. അവിടെ വിട്ടതിന് ശേഷം വാവ നന്നായിട്ട് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പൊ വാവേനെ ഡേ കെയറിലാക്കി ഞാനും ചോട്ടും കൂടെ എങ്ങോട്ടേക്കാ പോകുന്നത് ചോട്ടു? ഗെയിമിംഗ് സ്റ്റേഷൻ. അങ്ങനെ ഗെയിമിംഗ് സ്റ്റേഷനിലേക്ക് ഇറങ്ങിയതാണ്. സാധാരണ രണ്ടാളെയും കൊണ്ടിട്ടാണ് പോവാറുള്ളത്. അപ്പൊ ഇവര് തമ്മിൽ നല്ല ഡിഫറൻസ് ഉള്ളതുകൊണ്ട് വാവയ്ക്ക് ഇങ്ങനെ ജമ്പ് ചെയ്യുന്നതും കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെയാണ് വാവയ്ക്ക് പറ്റുള്ളൂ. ഇവനാണെങ്കിൽ എന്താ പറയുന്നത്, ഗിയർ ഉള്ളതും പിന്നെ സ്റ്റെയറിംഗിന്റെ ഗെയിം അങ്ങനത്തെ ഒക്കെയാണ് ചോട്ടൂന് ഇഷ്ടം. അപ്പൊ രണ്ടുപേരുടെയും ടേസ്റ്റും ഏജും ഒക്കെ വ്യത്യാസമുള്ളതുകൊണ്ട് എപ്പോഴും ഭയങ്കര പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ചോട്ടൂനെയും കൊണ്ട് ഒരു ഔട്ടിങ്ങിന് ഇറങ്ങാം. വാവ സേഫ് ആയിട്ട് ഡേ കെയറിലും ഉണ്ട്. അപ്പം ഇന്നത്തെ ദിവസം ചോട്ടൂന് വേണ്ടിയിട്ടുള്ളതാണ് ഒരു ഹാഫ് ടൈം. ഏത് ഗെയിം സ്റ്റേഷനിലേക്ക് നമ്മൾ പോണേ? നമ്മള് ഇവിടെ എക്സൈ ഗെയിംസ്. അങ്ങനെ നമ്മളിവിടെ ബോംബെ റെസ്റ്റോറന്റിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ചോട്ടൂന്റെ ഗെയിമിംഗ് സ്റ്റേഷൻ 11 o'clock ഓപ്പൺ ആവുള്ളൂ. ഇപ്പൊ സമയം 10:45 ആയിട്ടേ ഉള്ളൂ. ഒരു 10-15 മിനിറ്റ് സമയമുണ്ട്. ഞങ്ങൾ വിചാരിച്ചൊരു കോഫിയൊക്കെ കുടിക്കാമെന്ന്. ഇല്ല ചേട്ടപ്പ ഇതെന്താ ഇങ്ങനെ കിടക്കുന്നത്? ഞങ്ങൾ 2 കോഫിയും ചട്ടിപ്പത്തിരിയും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അവൻ ചട്ടിപ്പത്തിരി പറഞ്ഞപ്പോൾ എനിക്കും ഒരു ചട്ടിപ്പത്തിരി കഴിക്കാനൊരാഗ്രഹം. എനിക്കിഷ്ടമുള്ളൊരു സ്നാക്സാണ്. ഈ പെരുന്നാളൊക്കെ വരുമ്പോഴത്തേക്കും ചട്ടിപ്പത്തിരിനോടൊരു പ്രത്യേക ഒരു ഇഷ്ടമാണ്. അപ്പം അതൊക്കെ ഓർഡർ സിമുലേറ്റർ അടിപൊളി. പക്ഷെ ഇത് നല്ല വർത്തായിട്ട് തോന്നി കേട്ടോ. ഹാഫ് ആൻ അവർ വെച്ചിട്ട് ചോട്ട് 2 ഗെയിം കളിച്ചിട്ട് എന്താ ഫിൽറ്റർ ഇട്ടപ്പോൾ എന്തൊക്കെയോ ആയി. ഹാഫ് ആൻ അവർ വെച്ച് 2 കളിച്ചിട്ട് 250 ആയിട്ടുള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.